പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യത്തിനെതിരെ ജൂൺ 27-ന് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമിതി പ്രവർത്തകർ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളായ വെള്ളക്കാരിത്തടം, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, ചെന്നായിപ്പാറ, തെക്കേക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ജൂൺ 27 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്ന പ്രതിഷേധ ധർണ കെ രാജൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ജനവാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ശല്യം കാരണം പ്രദേശവാസികൾ ഭീതിയിലാണ്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു. പ്രദേശത്തെ കർഷകർ, വ്യാപാരികൾ, രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ മാർച്ചിൽ അണിനിരക്കും. ജനകീയ സമിതി ചെയർമാൻ ഷാജി വാരപ്പെട്ടി, കൺവീനർ ബാബു പനക്കൽ, BS എഡിസൺ, ദിനേശൻ കാരയിൽ, ബിജോയ് ഐനിക്കൽ, ദിബീഷ് ബാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ പഞ്ചായത്തിൻ്റെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ അതിർത്തി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു 8 വാർഡോളം വരുന്ന ഒരു 2000-2000 വരുന്ന കർഷക കുടുംബങ്ങൾ, ഈ വനാതിർത്തിക്ക് കിടക്കുന്ന കർഷക കുടുംബങ്ങളും അതിനോട് ചേർന്ന് നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഒരു സ്ഥലമായ താമരവെള്ളച്ചാലിൽ താമസിക്കുന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാരും വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ഞങ്ങളാകെ ഭയങ്കരമായിട്ട് പേടിച്ചു വിറച്ചാണ് ഞങ്ങളവിടെ താമസിക്കുന്നത്. സുമാർ 10 വർഷക്കാലമായിട്ടുണ്ടാവും ആനയുടെ ശല്യങ്ങൾ അവിടെ തുടങ്ങിയിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്തൊക്കെ ഒരു 100 മീറ്റർ ആ കാടിനോട് അടുത്ത് കിടക്കുന്ന ചില കുടുംബങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലാണ് ആന വന്നിരുന്നത്. അപ്പോൾ അത് കുറച്ച് കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമായിട്ട് അവശേഷിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് 100 മീറ്റർ, 200 മീറ്ററായി, 300ആയി, 500ആയി, 1 കിലോമീറ്ററായി, 2 കിലോമീറ്ററായി, ഇപ്പോൾ 3-4 കിലോമീറ്റർ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വന്ന് ശല്യം വളരെ രൂക്ഷമായ ശല്യം ആയിരിക്കും. ജനവാസം യോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ആ നാട് വിട്ട് പോകേണ്ട അവസ്ഥ. പലരും ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല. ഫെൻസിങ് ശാശ്വതമല്ല. കാരണം ഈ ഫെൻസിങ് ആന മരം തട്ടിയിട്ട് മറിച്ചും കൊമ്പ് കൊണ്ട് ഈ കാല് കുത്തി പൊന്തിച്ചും മറിച്ചിടുകയാണ്. ഫോറസ്റ്റുകാർ വന്ന് ബാറ്ററിയുടെ അവിടെ ചാർജ് നോക്കുമ്പോൾ ബാറ്ററിക്ക് ചാർജ് ഉണ്ട്. പക്ഷേ 200-300 മീറ്റർ മാറിയിട്ട് ഈ വേലി പൊളിച്ചിട്ടിട്ടാണ് ആന കടന്നു വരുന്നത്. അപ്പോൾ അതൊരു ശാശ്വത പരിഹാരമല്ല. അവിടെ വേണ്ടത് ട്രെഞ്ച് എടുക്കുക എന്നുള്ളൊരു പോംവഴിയാണ് ഇതിനൊരു പരിഹാരമായിട്ട് വരുള്ളൂ. ഈ നിമിഷം അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് വേണ്ടി ടോർച്ച് തരാം, നിങ്ങൾക്ക് ട്രെയിനിങ് തരാം, നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. ഇതുവരെ അതിന് ശേഷം ഒരു മീറ്റിംഗ് കൂടുതലല്ലാണ്ട് വേറെ അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 12 ആൾ എന്നുള്ളത് ഞങ്ങളിപ്പോൾ അത് 30 യുവാക്കളായിട്ടുണ്ട്. 30ഓളം ആളുകളുണ്ട്. എവിടെ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇറങ്ങുന്നുണ്ട്. കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പടക്കവും ഗുണ്ടും അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് ഞങ്ങളായിട്ട് തന്നെയാണ് ഓടിക്കുന്നത്.